ഇത് കേവലം ഒരു പദ്ധതിയല്ല, ഒരു പദ്ധതിയുടെ ഉദ്ഘാടനമോ 178 വീടുകളുടെ പട്ടയ വിതരണമോ താക്കോൽ വിതരണമോ മാത്രമല്ല അവിടെ നടന്നത്. നമ്മളൊരു നാടുണ്ടാക്കിയിരിക്കുകയാണ് മനുഷ്യന്മാരെ. ആ മനുഷ്യന്മാരെ ചേർത്ത് പിടിച്ച്, ഒരു ദുരന്തത്തിൽ അകപ്പെട്ടു പോയ മനുഷ്യന്മാരെ ഒന്നാകെ ചേർത്ത് പിടിച്ച്, അവർക്ക് നഷ്ടമായ, നമുക്ക് നഷ്ടമായ മനുഷ്യന്മാരല്ലാതെ ബാക്കി എല്ലാം എന്തൊക്കെ നഷ്ടമായിട്ടുണ്ടോ അതെല്ലാം തിരിച്ചു നൽകുമെന്ന് പറഞ്ഞ സർക്കാരിൻ്റെ ഇച്ഛാശക്തിയുടെ മൊമെൻ്റ് കൂടിയാണ്. അതിൻ്റെ ആ ഒരു സന്തോഷ നിമിഷം കൂടിയാണ് കടന്നു പോകുന്നത്. സന്തോഷമാണോ സങ്കടമാണോ മുന്നിട്ട് നിൽക്കുന്നത് എന്ന് പോലും വേർതിരിച്ച് അറിയാനാകാത്തൊരവസ്ഥയുടെ നിമിഷങ്ങളായിരുന്നു അത്. ഇച്ഛാശക്തി എന്ന് പറയുന്നത് അത് മന്ത്രി കെ രാജനും ആ വേദിയിൽ തന്നെ എടുത്തു പറയുന്നുണ്ട്. മുഖ്യമന്ത്രി ഒരാളുടെ ഇച്ഛാശക്തിയാണ് ഇന്നീ കാണുന്ന ഈ ടൗൺഷിപ്പിൻ്റെ ഉദ്ഘാടന ചടങ്ങ്. 178 വീടുകളുടെ താക്കോൽ വിതരണം, പട്ടയ വിതരണം. ഇനി 410 വീടുകളാണ് അവിടെ ഉയർന്നു പൊങ്ങുന്നത്. ആ വീടുകളുടെയുള്ള അതിദ്രുത വേഗതയിലുള്ള നിർമ്മാണ പൂർത്തീകരണങ്ങൾ, അടുത്ത മഴക്കാലത്തിന് മുൻപ് ആ വീടുകളുടെ താക്കോൽ വിതരണവും നടത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസം മുഖ്യമന്ത്രി പറയാറുണ്ടല്ലോ. പറയുന്നത് ചെയ്യും, ചെയ്യുന്നതേ പറയൂ. അതും നമുക്ക് വിശ്വസിക്കാം. കാരണം മുഖ്യമന്ത്രിയാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് ചെയ്യുന്ന ആളും ചെയ്യുന്നത് പറയുന്ന ആളുമാണ്. പി വി കുട്ടനുണ്ട് വിശദാംശങ്ങളുമായി. കുട്ടൻ, ആ ചടങ്ങിനെക്കുറിച്ച് നമ്മളെല്ലാവരും കാത്തിരുന്ന ഒരു ചടങ്ങായിരുന്നു. നേരിട്ട് കണ്ട ഒരാളെന്ന നിലയ്ക്ക് പറയൂ ആ ചടങ്ങിനെക്കുറിച്ച്. അമിത്ഷാ LDF സർക്കാരിൻ്റെ, പിണറായി സർക്കാരിൻ്റെ ഇച്ഛാശക്തി ഒന്നുകൂടി തെളിയിച്ച ഒരു വലിയ ചടങ്ങായിരുന്നു വയനാട്ടിലേത്. ഈ ചടങ്ങിൻ്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാം നഷ്ടപ്പെട്ട ഒരു ജനതയെ ആകെ കേരളം ഒന്നാകെ ചേർത്ത് പിടിക്കുന്നു. അതിന് LDF സർക്കാർ നേതൃത്വം വഹിച്ചുകൊണ്ട് ആ ജനതയെ ഒന്നാകെ ചേർത്ത് പിടിക്കുകയും വീടും ഭൂമിയും എല്ലാം നഷ്ടപ്പെട്ട, കുടുംബത്തെ നഷ്ടപ്പെട്ട, ഉറ്റവരെ നഷ്ടപ്പെട്ട അവർക്ക് വേണ്ടി പ്രത്യേകമായൊരു ടൗൺഷിപ്പ്, ആധുനിക സൗകര്യങ്ങളെല്ലാമുള്ള ടൗൺഷിപ്പ് ഉണ്ടാക്കുന്നു. അതും വളരെ പെട്ടെന്ന് നിർമ്മാണം ആരംഭിച്ച് ഒരു വർഷത്തിനുള്ളിൽ തന്നെ ആ പദ്ധതി പൂർത്തിയാകുന്നു. അതിൻ്റെ താക്കോൽ വിതരണം ആണ് ഇന്ന് നടന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ താക്കോൽ വിതരണത്തിന് വേണ്ടി വയനാട്ടിലേക്ക്, അതോടൊപ്പം തന്നെ മന്ത്രിമാരും മറ്റു ജനപ്രതിനിധികളും ഒക്കെ ഇവിടെ ചടങ്ങിനെത്തിയിരുന്നു. ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 10,000 കൂടി വയനാട്ടിലേക്ക് എത്തിയെന്നുള്ളതാണ്, ഈ ടൗൺഷിപ്പിലേക്ക് എത്തിയെന്നുള്ളതാണ്. അവരുടെയൊക്കെ ഒരു ആഗ്രഹമായിരുന്നു മുണ്ടക്കയിലെയും ചൂരന്മലയിലെയും ദുരന്തബാധിതരെ ചേർത്ത് പിടിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അത്രയും വൈകാരികമായ ചടങ്ങായിരുന്നു അത്. ഇപ്പോൾ ഇവിടെ പട്ടയ വിതരണം, അതായത് വീട് നൽകി അതിന് ശേഷം പട്ടയ വിതരണം നടക്കുകയാണ്. അതിന്റെ ചടങ്ങുകൾ ഇപ്പോൾ നടന്നു വരികയാണ്. ഇവിടെ എൻ്റെ കൂടെ മനുവുണ്ട്. പട്ടയ വിതരണമാണ്, സർക്കാർ വിതരണം ചെയ്ത പട്ടയമാണ് നമുക്കിപ്പോൾ ഈ സ്ക്രീനിൽ കാണാൻ വേണ്ടി കഴിയുന്നത്. ഇതുപോലെ വീട് കൊടുത്ത എല്ലാവർക്കും അവരുടെ ഭൂമിയുടെ കൈവശാവകാശ രേഖ കൂടി സംസ്ഥാന സർക്കാർ കൊടുത്ത് അവരെ ഭൂമിക്ക് കൂടി അവകാശികളാക്കുന്ന ഏറ്റവും ഹൃദയം നിറഞ്ഞ കാഴ്ചയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് സൗമ്യയുടെ പട്ടയമാണ്. സൗമ്യക്ക് ലഭിച്ച പട്ടയം മുണ്ടക്കയിലായിരുന്നു താമസിച്ചുകൊണ്ട്. സൗമ്യ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. സൗമ്യ, സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. അച്ഛനും അമ്മയൊക്കെ നഷ്ടപ്പെട്ടതാണ്. എന്നാലും നമ്മൾക്ക് അവരില്ലാത്തൊരു സങ്കടമുണ്ട്. എന്നാലും സർക്കാരിനോട് നന്ദി പറയുന്നു. ഇത്രയും നല്ലൊരു വീട് തന്നതിനും, അതും കൽപ്പറ്റ ഹൃദയഭാഗത്ത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാത്തൊരു വീട് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നന്ദി പറയുന്നത്. സർക്കാരിന്റെ സഹായമൊക്കെ കൃത്യമായിട്ട് കിട്ടിയിരുന്നു. വീട്ടുവാടക, മറ്റു കാര്യങ്ങളൊക്കെ എല്ലാ സമയവും കൂടെ ഉണ്ടായിരുന്നു. നമുക്ക് വിളിച്ച വിളിപ്പുറത്തായിരുന്നു അവര് ഉണ്ടായിരുന്നു. മന്ത്രിമാർ ദുരന്ത സമയത്ത് വീട്ടിലുണ്ടായിരുന്നു? ഞങ്ങൾ വീട്ടിലുണ്ടായിരുന്നു. ദുരന്ത സമയത്ത് ഉണ്ടായിരുന്നു. അച്ഛനും അമ്മേന്റെയും വീടിന്റെ കുറച്ച് താഴെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. അവരെ വീടും അവരെല്ലാം പോയതാണ്. സൗമ്യ, ഇത് പാടിയിലായിരുന്നല്ലേ? പാടിയിലായിരുന്നു. ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങളാണ് നമ്മുടെ സൗമ്യ പോലെയുള്ള ആൾക്കാർക്ക് പറയാനുള്ളത്. ഏതായാലും പട്ടയരേഖയാണ് കേട്ടോ. ഇതാ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ രേഖയാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ അവർക്ക് നൽകിയിരിക്കുന്ന കൈവശാവകാശ രേഖ എന്ന് പറയുന്നത്. ആ മനുഷ്യർ ഹൃദയം നിറഞ്ഞു മടങ്ങുകയാണ്. നമുക്കറിയാം അവരുടെ നഷ്ടങ്ങൾ നമുക്ക് നികത്താൻ കഴിയില്ല, പക്ഷേ അവരുടെ കൂടെ നമ്മളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചേർത്ത് പിടിക്കൽ, അതാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ വീട് ലഭിച്ചവർക്കൊക്കെ അപ്പോൾ തന്നെ പട്ടയം നൽകുന്നു, ഭൂമി നൽകുന്നു. അതിന്റെ ക്രമീകരണങ്ങളൊക്കെ നേരത്തെ തന്നെ പൂർത്തിയായി. പല കൗണ്ടറുകളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ എല്ലാ കൗണ്ടറുകളിലും രാവിലെ മുതൽ തന്നെ ആളുകൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള സംവിധാനങ്ങളായ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ആളുകൾക്ക് സ്റ്റേജിൽ തന്നെ മുഖ്യമന്ത്രി നേരിട്ട് ലൈസൻസുകൾക്കൊക്കെ പട്ടയം കൊടുക്കുന്നത് നമ്മൾ കണ്ടതാണല്ലോ. അതിനുശേഷം ഇവിടെ കൗണ്ടറുകളുണ്ട്. ഈ കൗണ്ടറുകളിൽ നമുക്ക് പുറകിൽ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ തിരക്ക് കൂടി നിൽക്കുന്ന ഭാഗത്ത് ആളുകൾ പട്ടയം എഴുതി കൊടുത്ത് പട്ടയം വാങ്ങുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ കണ്ടതുപോലെ തന്നെ അവർക്ക് രേഖകൾ കൊടുത്ത് വിടുന്നതാണ് കാണാൻ കഴിയുന്നത്. ആ രീതിയിൽ എല്ലാം കൊണ്ടും ഇവിടെ എത്തുന്ന ഓരോ മനുഷ്യനും ഹൃദയം കൊണ്ട്, മനസ്സുകൊണ്ട് ഈ മനുഷ്യരുടെ ദുഃഖങ്ങളിൽ ചേർന്ന് നിന്ന് അവരെ കൈപിടിച്ച് നമ്മുടെയൊക്കെ ഒരു ബന്ധുക്കളോ ഒക്കെ ആയി മാറുന്നതാണ് കാണാൻ കഴിയുന്നത്. അത് നമ്മുടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ പല മേഖലകളിൽ നിന്ന് ആൾക്കാർ വന്ന് സഹായിച്ചിരുന്നു. ദുരിതാശ്വാസ നിധിയിലേക്ക് വലിയ രീതിയിലുള്ള സംഭാവനകൾ ലഭിച്ചിരുന്നു. അവരൊക്കെ തന്നെയാണ് ഈ ചേർത്ത് പിടിക്കുന്നതിന് സാക്ഷിയാവുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിയത്.